മഹേഷേട്ടൻ്റെ എല്ലാ സ്റ്റോറീസിലും ഐ ഹവ് ഓൾവേസ് ഫെൽറ്റ് എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഒരു ആർക്കും എന്താ പറയുക അവരുടെ ഒരു സ്റ്റോറി ഉണ്ട്. ആൻഡ് അത് ഒരു സീനിലാണെങ്കിലും 10 സീനിലാണെങ്കിലും ആ സ്റ്റോറി നമ്മൾ കാണും. ഇതിൽ ഈ നമ്മളല്ലാതെ ദർ ആർ ലോട്ട് മോർ വിമൻ. ആൻഡ് കഥ വായിച്ചപ്പോൾ ഞാൻ ആദ്യം ഐ തിങ്ക് മമ്മൂക്ക ഉണ്ടെന്ന് അറിഞ്ഞു. ഫോർ മീ ദാറ്റ് വാസ് ഇറ്റ് സെൽഫ് ഇതൊരു വലിയ പടം. അത് കഴിഞ്ഞ് ന്യൂസിലൊക്കെ വായിക്കുമ്പോഴാണ് ഇവരെല്ലാവരും ഉണ്ടെന്നൊക്കെ ഞാൻ അറിയുന്ന മെല്ലെ. അപ്പോൾ അതിൽ ഓരോ പേര് കേൾക്കുമ്പോഴും ഇറ്റ് വാസ് ദാറ്റ് എക്സൈറ്റിങ്. ആൻഡ് ഓൾ ദ വിമൻ ഇൻ ദ ഫിലിം ആർ എനിക്ക് പേഴ്സണലി ഭയങ്കര അഡ്മയർ ചെയ്യുന്ന ആക്ടേഴ്സ്. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഈ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി. ആൻഡ് ദ ഫിലിം ഐ തിങ്ക് യുൽ കാണുമ്പോൾ മനസ്സിലാവും എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. ഞാൻ ഈ സ്ക്രീൻ പ്ലേ ആദ്യം വായിക്കുമ്പോൾ മഹേഷേട്ടനോട് പറഞ്ഞിരുന്നു ഇതിൽ അറ്റാച്ച്ഡ് ആയ ആക്ടേഴ്സിൻ്റെ പേര് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു പക്ഷേ സെറിൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് മാത്രം യെസ് പറഞ്ഞാൽ മതി. അപ്പോൾ ആ ആക്ടേഴ്സിന് തീരുമാനം എടുക്കാനുള്ള ഫ്രീഡവും സ്പേസും അതാണ് ഏറ്റവും വലിയ കാര്യം. ദാറ്റ് ഇസ് വാട്ട് എവറി ആക്ടർ ലുക്സ് ഫോർവേഡ് ടു. ആ ഒരു സ്വാതന്ത്ര്യവും സ്പേസും തരുന്ന ഒരു ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ആൻഡ് അത് ഞാൻ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ്. ആൻഡ് ഇത്രയും നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ എല്ലാം നമ്മൾ കണ്ട് വളർന്ന കുറേ ആക്ടേഴ്സാണ്. കൊച്ചിലെയൊക്കെ ഇവരുടെ സിനിമകളാണ് നമ്മൾ റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്തത്. നമ്മുടെ ഐഡൽസ് ആയിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മുടെ മുമ്പിലിരിക്കുന്നതും ഇറ്റ്സ് എ ഹ്യൂജ് ഡീൽ ഫോർ ഓൾ ഓഫ് us. പ്രൊഡ്യൂസറിനോടാണ്. ഓക്കെ, താങ്ക് യു. ഞാൻ ഇതിലേക്ക് വന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. ഞാൻ പാട്രിയോട്ടിൻ്റെ സെറ്റിൽ തന്നെ മമ്മൂക്കയെ കാണാൻ വേണ്ടി ചെന്നതാണ് ഒരു ദിവസം. അപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ സമയത്ത് തന്നെ മഹേഷേട്ടൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി. താനെന്ത് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ മമ്മൂക്കയെ കാണാൻ വന്നതാണ്. ശരി എന്ന് പറഞ്ഞ് പോയി. കുറച്ച് കഴിഞ്ഞ് വീണ്ടും മഹേഷേട്ടൻ വന്നിട്ട് ഇങ്ങനെ എന്നെ മാറ്റി നിർത്തി ചോദിച്ചു, ഇതൊരു ചെറിയ ക്യാരക്ടർ ഉണ്ടൊന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചേട്ടാ നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നെ അടുത്ത വർക്കിലേക്ക് ജോയിൻ ചെയ്തു. പിന്നെ മമ്മൂക്കയുടെ കൂടെയും അനുചേട്ടൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ അനുചേട്ടൻ ഇങ്ങനെ വീണ്ടും പറഞ്ഞു, റീസിനോട് ഇങ്ങനെ മഹേഷ് ആ ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക ചെയ്ത ക്യാരക്ടർ ഇപ്പം ഇന്ന പർട്ടിക്കുലർ ക്യാരക്ടർ. അപ്പോൾ നമുക്ക് പറഞ്ഞു അതവൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത്. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എനിക്ക് പിന്നൊന്നും അതിൽ നോക്കേണ്ടി വന്നില്ല. ഐ വാസ് ലൈക്ക് ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് കൂടുതലും കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ കൂടെയാണ്. വളരെ ചെറിയൊരു ക്യാരക്ടറാണ്. ബട്ട് താങ്ക് യു സോ മച്ച് മഹേഷേട്ടാ അങ്ങനെ വിളിച്ചതിലും. ചെറുതാണെങ്കിലും അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. ഏതൊരു ക്യാരക്ടറിനും റൈറ്ററും ഡയറക്ടറും അല്ലെങ്കിൽ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക് യു സോ മച്ച്.